ഹായ് നമസ്കാരം. അപ്പോൾ ഇന്ന് കുറേ നാൾക്ക് ശേഷം ടർബോ സിനിമ കാണാൻ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഹായ് നമസ്കാരം, അലിൻ ജോസ് പെരേരയാണ്. അപ്പോൾ ഇന്ന് സാനിയ തിയേറ്റർ എറമൽ പോയാണ് നമ്മുടെ ടർബോ സിനിമ കണ്ടത്. ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു, അതൊക്കെ മാറി ഇപ്പോൾ പ്രശ്നം തീർന്നു. അപ്പോൾ നമുക്ക് ടർബോ റിവ്യൂവിലേക്ക് കടക്കാം. ടർബോ എന്ന് പറഞ്ഞ പടത്തെ പറ്റി പറയാം. ജോസേട്ടായി എന്ന കഥാപാത്രമായി നമ്മുടെ ടെർബോ ജോസ് എന്ന കഥാപാത്രം ഗംഭീരമായിട്ട് മരണമാസ അഭിനയം തന്നെ പറയാം. ഒരു രക്ഷയില്ലാത്ത അഭിനയം തന്നെ പറയാം മമ്മൂക്കാൻ്റെ. ഈ പ്രായത്തിൽ മമ്മൂക്ക ഓരോ സ്ട്രെയിനിൻ്റെ അടുത്താണ് അഭിനയിക്കുന്നത്. ഓരോ സിനിമയും കഷ്ടപ്പെട്ടാണ് റിലീസാകുന്നത്. നെഗറ്റീവ് റിവ്യൂസിനോട് പോകാൻ ഞാൻ പറയുന്നത് പോസിറ്റീവ് റിവ്യൂസ് ആണ്. ഈ പടം കണ്ട് എനിക്ക് പോസിറ്റീവ് റിവ്യൂ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല റിവ്യൂ തന്നെയാണ് ഞാനും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ റിവ്യൂവിലേക്ക് കിടക്കാം. അപ്പോൾ BGM ആണെങ്കിലും മികച്ച BGM ആണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൽ ജോണി ആൻ്റണി, പിന്നെ നമ്മുടെ ശബരിനാഥ്, ഇവരുടെയൊക്കെ പെർഫോമൻസ് മികച്ചാണ്. പിന്നെ പാച്ചു അത്ഭുത വിളക്ക് എന്ന സിനിമയിൽ ഫഹദിൻ്റെ നായികയാണ് മമ്മൂക്കേൻ്റെ പടത്തിലും ഹീറോയിനായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഇത് 10 ഫൈറ്റ് ഉണ്ട്. മികച്ച രീതിയിലാണ് ഫൈറ്റുകളൊക്കെ ഒരുക്കിയിരിക്കുന്നത്, കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. പിന്നെ എന്ന ഡയറക്ടറുടെ ഡയറക്ഷൻ മികച്ചാണ്. കാരണം ഓസ്ലറായിരുന്നു നമ്മുടെ മിഥുൻ മാനുവലിൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ ഓസ്ലറിന് ശേഷം മിഥുൻ മാനുവലിൻ്റെ മികച്ച സ്ക്രിപ്റ്റാണ്. പിന്നെ വൈശാഖ് ഈ അടുത്തായിട്ട് പുലിമുരുകൻ, മധുരരാജ എന്നീ സിനിമയ്ക്കൊക്കെ ശേഷം വൈശാഖിൻ്റെ മികച്ച ഡയറക്ഷൻ തന്നെയാണ് ഇത് നമ്മൾ ഇന്ന് കണ്ട ടർബോ എന്ന സിനിമ. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, മസ്റ്റ് തിയേറ്ററിൽ പോയി കാണേണ്ട, എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ തന്നെയാണ്. എൻഗേജിങ് ആണ്, ഫാമിലിയാണ്, സബ്ജക്റ്റും വ്യത്യസ്തമാണ്, ഹൈടെക് സിനിമയാണ്, ഹൈ വോൾട്ടേജ് എൻ്റർടൈൻമെൻറ്റ് തന്നെ പറയാം. മമ്മൂക്കാൻ്റെ ഒരു അടിപൊളി തകർപ്പൻ ഇടിയുടെ ഒരു പെരുന്നാൾ തന്നെ, തിയേറ്റർ സ്ക്രീൻ പ്രസൻസ് തന്നെയാണ്. BGMത്തോടെ തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട ഒരു മികച്ച ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ് ടർബോ എന്ന സിനിമ. ടർബോ എന്ന പടത്തിലെ കോസ്റ്റ്യൂംസ് മികച്ചാണ്. ബ്ലാക്ക് ഷർട്ടും വൈറ്റ് ഷർട്ടും അണിഞ്ഞ് മമ്മൂക്ക വരുമ്പോൾ ആ ഗെറ്റപ്പ് ചേഞ്ചൊക്കെ മികച്ചാണ്. പിന്നെ സ്റ്റണ്ടാണെങ്കിലും ഒരു വ്യത്യസ്തം നിറഞ്ഞുള്ള 10 ഡിഫറൻറ്റ് സ്റ്റണ്ടാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു ദൃശ്യ വിരുന്ന് തന്നെ എന്ന് പറയാം. മമ്മൂക്കാൻ്റെ അഭിനയ ജീവിതത്തിലെ തന്നെ ഒരു നായികക്കല്ലെന്ന് തന്നെ പറയാം. കാരണം ക്രിസ്റ്റഫറിലും കണ്ണൂർ സ്കോളിലും നമ്മൾ ഇതിനും കാലം മുമ്പ് കണ്ടതാണ്. മധുരരാജയിലാണെങ്കിലും രാജാതിരാജയിലാണെങ്കിലും നമ്മൾ വൈശാഖും എല്ലാം ചെയ്യിപ്പിച്ചാണ് മമ്മൂക്കനെ കൊണ്ട്. അപ്പോൾ ഇതിൽ ടർബോ എന്ന സിനിമയിൽ വ്യത്യസ്തമാണ്. യൂത്തിന് ധൈര്യമായിട്ട് കാണേണ്ട മികച്ച എൻ്റർടൈൻമെൻ്റ് ഉപരി ഒരു വെറൈറ്റി ജോണറിൽ കാണാൻ പറ്റുന്ന നമ്മുടെ ടർബോ ജോസ് എന്ന കഥാപാത്രം മികച്ചതായിട്ട് തന്നെ ചെയ്യാൻ മമ്മൂക്കയ്ക്ക് സാധിച്ചു. ഈ പ്രായത്തിൽ മമ്മൂക്ക ഇത്ര നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട്, അതിൽ മമ്മൂക്കയ്ക്ക് കൈയടി അർഹിക്കുന്നു. പിന്നെ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് പടത്തിനെ പറ്റി പറയുന്നുണ്ട്. നെഗറ്റീവ് റിവ്യൂസിനോട് കേൾക്കാണ്ട്, റിവ്യൂസ് നോക്കാണ്ട് പടത്തിന് പോകുക എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ കൂടുതൽ റിവ്യൂയിലേക്ക് പോകാം. മമ്മൂക്കാൻ്റെ നമ്മുടെ അമ്മ വേഷം ചെയ്തിരിക്കുന്നത് ബിന്ദു പണിക്കർ ചേച്ചിയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ബിന്ദു പണിക്കർ ചേച്ചി അഭിനയിച്ചിരിക്കുന്നത്. റോഷാക്ക് എന്ന മമ്മൂട്ടി കമ്പനിയുടെ ചിത്രത്തിൽ നിന്നാണ് ആദ്യമായിട്ട് മമ്മൂക്കക്ക് അപ്പോൾ അഭിനയിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. കുറേ പടത്തിൽ അഭിനയിച്ചു, പക്ഷേ റോഷാക്കിലാണ് കുറച്ചുകൂടി സീരിയസ് വേഷം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പടത്തിൽ കുറച്ച് കോമഡിയും സീരിയസും നിറഞ്ഞ വേഷമാണ് നമ്മുടെ ബിന്ദു പണിക്കർ ചേച്ചിക്ക്. പിന്നെ ഇതിൽ നമ്മുടെ ജോണി ആൻ്റണി ചേട്ടനൊക്കെ ഒരു രക്ഷയില്ല ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ശബരിനാഥിൻ്റെയും പിന്നെ നമ്മുടെ മമ്മൂക്കേൻ്റെയും നായികൻ്റെയൊക്കെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. ത്രൂ ഔട്ട് നമുക്ക് എൻഗേജിങ് ആണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. ഇനി എന്ത് സംഭവിക്കും എന്ന് കരുതാൻ പറ്റുന്ന ഒരു ത്രില്ലർ ജോണറിൽ കാണാൻ പറ്റുന്ന മികച്ചൊരു എൻ്റർടൈൻമെൻറ്റ് ഉപരി മമ്മൂക്ക എന്ന നടൻ്റെ ഒരു ത്രൂ ഔട്ട് വൺ മാൻ ഷോ പെർഫോമൻസ് തന്നെ പറയാം. ഒരു അഭിനയ കലയുടെ ഒരു രാജതമ്പുരാൻ്റെ മികച്ച മെഗാ സ്റ്റാറിൻ്റെ ഒരു അഭിനയത്തിൻ്റെ ഒരു സൂപ്പർ മെഗാ ഷോ ഇവൻ്റ് എന്ന് തന്നെ പറയാം. അത്രക്ക് മാസാണ്, ക്ലാസ് ആണ്. BGM ആണെങ്കിലും സ്റ്റണ്ട് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഒരു രക്ഷയില്ല. മരണമാസ ഐറ്റം എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണേണ്ട, എൻഗേജ് ചെയ്ത് കാണേണ്ട സിനിമയാണ്. പിന്നെ മമ്മൂട്ടി കമ്പനി മികച്ച രീതിയിൽ തന്നെ ഗാംഭീര്യതയോടെ തന്നെ മമ്മൂട്ടി കമ്പനി ഈ പടം നിർമ്മിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ
20 കോടി രൂപയിലേക്ക് അടുത്തു. പടം ബിസിനസ്സായി. ഭയങ്കര കളക്ഷൻ റെക്കോർഡാണ്. 4ാമത്തെ ദിവസമാണ് ഞാൻ പടം കണ്ടത്. എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു പടം. എല്ലാവരിലേക്കും എത്തിക്കുക, മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് പടം ഇനിയും വലിയ രീതിയിലേക്ക് എത്തിക്കുക എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ പടത്തെ പറ്റി കൂടുതൽ ഞാൻ പറയുമ്പോൾ എനിക്ക് ഒരു മമ്മൂക്കാൻ്റെ ഒരു ഫാൻ ബോയ് ആണ് ഞാൻ. അപ്പോൾ മമ്മൂക്ക എന്ന നടനെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മമ്മൂക്കനെ കൊണ്ട് സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ മമ്മൂക്കാൻ്റെ കഥാപാത്രമായിട്ടുള്ള ജോസേട്ടായിയുടെ ലുക്കിൽ വന്നിരിക്കുന്നത്. കറുത്ത ഷർട്ട്, വെള്ളമുണ്ട്, കൊന്ത, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ലുക്കിലാണ് ഞാൻ നമ്മളെപ്പോഴും റിവ്യൂ പറയുന്നത്. അപ്പോൾ മമ്മൂക്കാൻ്റെ പടത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മമ്മൂക്കാൻ്റെ ഒരു അഭിനയ കരിയറിൽ തന്നെ ഒരു വെരി ഹൈ വോൾട്ടേജ് ഹൈ ക്ലാസ് എൻ്റർടൈൻമെൻ്റ് ആണ്. ഒരു നല്ലൊരു ഫാമിലി ത്രില്ലർ, ഒരു കഥയുള്ള സിനിമയാണ്. പല റിവ്യൂവർമാരും പറഞ്ഞു അടി മാത്രമേ ഉള്ളൂ ഈ ടർബോ സിനിമയിൽ എന്ന്. പക്ഷേ എനിക്ക് പറയാനുള്ളത് അടി മാത്രമല്ല, കുറച്ച് കാര്യഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ ഇതിലത് പറയുന്നുണ്ട്. കഥ ഞാൻ പറയുന്നില്ല, നിങ്ങളത് തിയേറ്ററിൽ പോയി കണ്ട് മനസ്സിലാക്കുക. ഇന്നത്തെ കാലത്ത് സംഭവിച്ചു പോകുന്ന IT ഫീൽഡിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ബാങ്ക് പരമായിട്ടുള്ള പല സംഭവങ്ങളും സിനിമയിൽ പറയുന്നുണ്ട്. എന്താണെന്നുള്ളത് ഒന്നും ഞാൻ പറയുന്നില്ല. ഒരു ഇതിൽ കോമഡി ഉണ്ടെന്ന് ചോദിച്ചാൽ കോമഡി ഉണ്ട്, മാസ് ഉണ്ടെന്ന് വെച്ചാൽ മാസ് ഉണ്ട്. എല്ലാ ചെരുവുകളും ഉള്ള സിനിമയാണ്. മമ്മൂക്ക ഇതിൽ ഹ്യൂമറായിട്ടും മാസാണ് ഫുള്ളെങ്കിലും മമ്മൂക്കനെ ചില മാനറിസങ്ങളൊക്കെ കാണുമ്പോൾ കോമഡി ആയിട്ടൊക്കെ ചില സീക്വൻസിലൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ മമ്മൂക്കാൻ്റെ കാർ ചേസിങ് ഒക്കെ മികച്ചാണ്. കാരണം കാർ ചേസ് ചെയ്ത് കാർ ഡ്രൈവ് ചെയ്തിട്ടുള്ള സ്പീഡിൽ കാർ ഡ്രൈവ് ചെയ്തിട്ടുള്ളൊരു ഫൈറ്റൊക്കെ ഉണ്ട്. മറ്റേ ഫസ്റ്റ് ബിഗിനിങ്ങിൽ തന്നെ ഉണ്ട്. ക്ലൈമാക്സിലും കാർ ഫൈറ്റൊക്കെ ഉണ്ട്. കാർ ചേസിങ് ഫൈറ്റൊക്കെ മികച്ചതായിട്ട് തന്നെ കാണാൻ പറ്റുന്ന ഒരു ടർബോ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. ടർബോ പഞ്ച് തന്നെയാണ് സിനിമ ഇതിൽ പറയുന്നുണ്ട്. ടർബോ പഞ്ച് ഫൈറ്റ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ടർബോ പഞ്ച് സിനിമ തന്നെയാണ്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോയി കണ്ട ഇതിൽ സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. ഓരോ സീക്വൻസിലേക്ക് കാണുമ്പോഴും പ്രത്യേക തരത്തിലുള്ള സീക്വൻസാണ്. ഇതിൽ ദിലീഷ് പോത്തൻ അഭിനയിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ നമ്മുടെ അബു സലീമിക്ക, നമ്മുടെ ഭീഷ്മപർവത്തിന് ശേഷം അബു സലീം ചേട്ടൻ അഭിനയിച്ച സിനിമയാണ്. അബു സലീം ചേട്ടനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബെസ്റ്റ് കണ്ടക്ടർ ഇൻമാനുവൽ ഭീഷ്മപർവം വ്യത്യസ്തമായിട്ടുള്ള റോളാണ് അബു സലീം ചേട്ടൻ ചെയ്തിരിക്കുന്നത്. ഇതിലും വ്യത്യസ്തമായിട്ടുള്ളൊരു വേഷമാണ് അബു സലീം ചേട്ടൻ ചെയ്തിരിക്കുന്നത്. പടത്തിൻ്റെ റിലീസ് ദിവസം വന്നിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മികച്ചൊരു എൻ്റർടൈൻമെൻറ്റ്, ഒരു മാസ് ക്ലാസ് എൻ്റർടൈൻമെൻറ്റ് വൈബുള്ള സിനിമയാണ്. മമ്മൂക്കാൻ്റെ ത്രൂ ഔട്ട് ശക്തമായിട്ടുള്ള അടി എൻ്റർടൈൻമെൻ്റ് ആണ്. ഇടിയുടെ കൊടുങ്കാറ്റാണെന്ന് തന്നെ പറയാം ഈ പടം. ഈ ടർബോ പഞ്ചെന്ന് തന്നെ പറയാം. ജോസേട്ടായി എന്ന കഥാപാത്രം ഗാംഭീര്യതയോടെ തന്നെ ശക്തമായിട്ടും നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ജനങ്ങൾ തിയേറ്ററിലേക്ക് വരും, കാണുക. ഇപ്പം തന്നെ വേൾഡ് വൈഡ് ആയിട്ട് റെക്കോർഡ് കളക്ഷൻസ് ആണ് സിനിമയ്ക്ക്. അപ്പോൾ ടർബോ ജോസ് എന്ന കഥാപാത്രം ഗംഭീരമായിട്ട് മമ്മൂക്ക ചെയ്തു. റേറ്റിംഗ് ടർബോക്ക് ഒരു 5/4.